എത്ര ഔലിയാക്കന്മാർ. ഇയാളൊരു CD ഇറക്കിയിട്ടുണ്ട്, വ്യാജ ആത്മീയത എന്ന് പറഞ്ഞിട്ട്. തലശ്ശേരിയിൽ നിന്നാണെന്ന് എൻ്റെ ഓർമ്മ. ആ പ്രസംഗത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ ഔലിയാക്കളെ മുഴുവനും വ്യക്തിപരമായി ഇവരെ പരിഹസിച്ചിട്ടുണ്ട്. അതിൽ വലിയ വലിയ അഖ്താബീങ്ങളുണ്ട്, വലിയ 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 അബ്ദാലീങ്ങളായ മഹാന്മാരുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളും അയാളെ കൂട്ടുകാരനും അങ്ങനെ ഔലിയാക്കന്മാർക്കെതിരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിളിക്കുന്നു പറഞ്ഞ വേറൊരു സ്ഥാനം പറ്റി. ഇയാളൊരു CD ഇറക്കിയിട്ടുണ്ട്, വ്യാജാത്മീയത എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. 2008 ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കത് കണ്ടതാണ്, മനസ്സിലായോ? പക്ഷേ ഇതൊരു CD ഇറക്കിയില്ല. അതെനിക്ക് ഓർമ്മ ഉണ്ടോ? 2013 എൻ്റെ ശേഖറിൻ്റെ ഒപ്പം കൂടിയ ശേഷം ത്വരീഖത്തും ശരീഅത്തും എന്ന് പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടോ? എന്നിട്ട് അത് നാട് നീളെ 30 രൂപ DVD എന്ന് പറഞ്ഞ് വിറ്റ് കാശുണ്ടാക്കി സ്വന്തം കുട്ടിയാക്കും പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുത്ത് നടന്നൊരു കാലമല്ലോ, ഓർക്കണ്ടോ? അതിൽ എപ്പോൾ എത്ര ഔലിയാക്കൾ തള്ളിയത്? സർവ്വ ഔലിയാക്കളെയും തള്ളിക്കോ? 90% തള്ളി. ഞാൻ കാണിച്ചാക്കി അതങ്ങനെ ഒഴിഞ്ഞു പോകുന്നില്ല. 90% തള്ളി. ബാക്കി 10% എന്താ പറഞ്ഞത് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പ്രസംഗം എടുത്തോക്കി, ഞങ്ങൾ എടുത്തോക്കി. ഇജി പറഞ്ഞ കള്ളന്മാരൊക്കെ അന്നുണ്ട്, ഒരു ആളുകൾക്ക് അന്ന് ഹയാത്തിലുണ്ട് ഇജി പ്രസംഗം നടത്തുമ്പോൾ. അപ്പോൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല. അപ്പോൾ സത്യത്തിൽ 100% തള്ളി. സകല ഔലിയാക്കളും തള്ളി കണ്ണീര് കുടിപ്പിച്ചത് ആരാ? വേറൊരു സ്ഥാനമല്ല. വേറൊരു സ്ഥാനം അതിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ കാട്ടിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞങ്ങൾ കണ്ടതാണ്, മനസ്സിലായോ? അതിലെ പാർട്ടിയുടെ കള്ളന്മാരാണേനും ഒന്ന് വേങ്ങാട് അങ്ങനെ പലതും ഉണ്ട്. എനക്കെ പറ്റി ന്യായീകരിച്ച് കിടക്കാണ്. എന്തിനാ ഓരോ തൊരീക്കത്തിന് വരെ ന്യായീകരിച്ചില്ല കഴിയും. ജോൻ്റെ അൻപരും എൻ്റെ നാട്ടിൽ എൻ്റെ പേരൻ്റെ അടുത്തിൻ്റെ കഴിയും. അതിൻ്റെ അവസ്ഥ ശരിക്കിച്ചറിയണം. അതുവരെ ന്യായീകരിച്ചോട് കൂടി നമുക്ക് മനസ്സിലായി എന്ത്. അത് കിടക്കട്ടെ. ഏതായാലും ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി. എൻ്റെ CD ഇജൊരു CD ഇറക്കിയല്ലോ, ത്വരീഖത്തും ശരീഅത്തും. എൻ്റെ CD ഈ ലോകത്തുള്ള സർവ്വ ഔലിയാക്കളെയും തള്ളി കള്ളന്മാരും തട്ടിപ്പിൻ്റെ ആളുകളാക്കി അല്ലേ? ഇന്ന് ലോകത്ത് ത്വരീഖത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന 90% കള്ളന്മാരാണെന്ന് പറഞ്ഞു. പിന്നെ 10% എന്താ പറഞ്ഞേ? കണ്ടെത്താൻ കഴിയുക. അപ്പോഴും യഥാർത്ഥത്തിൽ അതും ഇല്ലാന്നുള്ള അർത്ഥത്തിലല്ലേ പോണ്ടേ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്ത് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്കയിലായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഇന്ന് അവിടെയൊക്കെ എത്തിപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതോട് കൂടി എന്തായി? അതിനും തള്ളി. അങ്ങനെ ഇവിടുത്തെ ഔലിയാക്കളും മശായിഖന്മാരും ഇല്ല എന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട അക്താബികളും ഔലിയാക്കളും ഇത് പറഞ്ഞ എല്ലാ അവതാരികളൊക്കെ ഉണ്ടല്ലോ അന്നും അടക്കി നിഷേധിച്ചില്ല. കാടടക്കി വിടച്ചിട്ട് സർവ്വ ഔലിയാക്കളെ നിഷേധിച്ച് എൻ്റെ ശൈഖുജും എനിക്ക് എന്താ അധികാര ലൈറ്റായി തിരുത്തിക്കണോ? ഞാനിങ്ങനെ പ്രസംഗിച്ച് പോയി അൻവരി ഞാനും ഈ ശരി ആദർശ മുന്നേറ്റം നടത്തിക്കാണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഇത് സൗഭ ചെയ്തിക്കണോ? മാപ്പ് ഇറങ്ങണം. പറഞ്ഞ അനുസരിച്ച് പറഞ്ഞ മാതിരി ഇല്ല. ആ പൈസക്ക് തിരിച്ചെടുക്കണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഈ ഔലിയാക്കളെ കണ്ണീർ പിടിപ്പിച്ച കായുകൊണ്ട് ഈ തിന്നു എത്ര ആൾക്കാർ പൈസ വാങ്ങിക്കാണ്ട് അതിൽ പലരും മരിച്ചും പോയി കാണും. കുറേ കാലമില്ല. എന്നിട്ട് അത് തിന്ന് ഇറങ്ങിക്കാണ്ട് ഇപ്പോൾ എൻ്റെ ആളായിക്കാണ്ടേ ചോദ്യം ചെയ്യുക. ആദ്യം എൻ്റെ സീറ്റ് കേൾക്ക്, എന്നിട്ട് വാ മറ്റുള്ളവർ കേട്ടോ. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി, കാണണം. അത് അങ്ങനെ കാണാൻ പറ്റില്ല. ആരാണ് ഇവിടെ ഔലിയാക്കളും മശായിഖന്മാരും ചോദ്യം ചെയ്തത്, നിഷേധിച്ചതും? ഈ ഗുരുവട്ടൂരികൾ തന്നെയാണ്, ഒരു സംശയമില്ല. അത് നിങ്ങൾ ആദർശ മുന്നേറ്റത്തിൽ ഞങ്ങൾക്കും കൂടി ഇല്ല. ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ ഷെയ്ഖ് പ്രത്യേകം ഹിമ്മത്തും ഒരുത്തൊക്കെ കൊടുത്ത് നടത്തിച്ച പരിപാടിയാണ്, മനസ്സിലായോ? ആ യൂട്യൂബിൽ നിന്നാണ്ട് പ്രൈവറ്റ് ആക്കി വെച്ച് അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കിയോണ്ട് രക്ഷപ്പെടില്ല മോനെ. അത് കണ്ടോളി എല്ലാവരും. ഇവനെ എവിടെ പറയുകയാണെങ്കിലും ഇവന്റെ തള്ളിയിലുണ്ടോ? അതേ സമയത്ത് ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നറിയോ നിങ്ങൾക്ക്? ത്വരീഖത്ത് എന്ന ഈ മഹത്തായ വാക്കിനെ പുച്ഛിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ത്വരീഖത്തിന്റെ പേരിൽ കള്ള ത്വരീഖത്തുകാര് വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ചു. 90% ത്വരീഖത്തിന്റെ പേരിൽ നടക്കുന്നവരൊക്കെ മുഴുവനും തട്ടിപ്പിന്റെ മേലിലാണ്. മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. വല്ലാത്ത വരളവട്ടെ എങ്ങനെ പ്രസംഗിച്ചാലും ഇതുകൊണ്ട് മൂർത്താക്കനെ വരുള്ളൂ, മനസ്സിലായോ? ഓനക്ക് ത്വരീഖത്തിനെ പറ്റി പറയാൻ ഒരു അധികാരമില്ല. മറ്റുള്ളവർ ത്വരീഖത്തിനെ കുറ്റം പറഞ്ഞു, എതിർത്തു, ഔലിയാക്കളെ എതിർത്തു എന്ന് പറയാൻ ഒരു അധികാരമില്ല. കാരണം എന്താ? എല്ലാവർക്കും ഇത്ര മാത്രം ഇവിടെ മശായിഖന്മാരെ ഔലിയാക്കളെ എതിർത്തവർ കിട്ടും. നിങ്ങൾ ആരും കാണിച്ചിരുമോ? കാണിച്ചിരി 90% തള്ളി. ഇനി 10% കണ്ടെത്താൻ കഴിയാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സത്യത്തിൽ 100% തള്ളി. ഇങ്ങനെ ഒരാളെ കാണിച്ചിരുമോ? കാണിക്കാൻ കഴിയില്ല. ഓന പേരസ്ഥാനം വന്നുകൊണ്ട് ചോദ്യം ചെയ്ത് വിളിക്കുന്നേ. മറ്റേ അൻവരിൻ്റെ ഓൻ പുതുപാടകമാണ്, ഓനുണ്ടായി ശരി. ഈ രണ്ടാളും കൂടി നടത്തിയതാണ്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ വലിയ ആൾക്കാരെ നടത്തി. അത് നമ്മൾ നടത്തില്ല. ഇതിന് ആധികാരികത ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ പറയുക? ഇത് നാട് നീളെ 30 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് DVD ആക്കി വിറ്റാണ്. ആ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടാണ്, ഞാൻ വളരെ വട്ടം വിറ്റതാണ്. അപ്പൊ അത്രയും ആധികാരികമായ പ്രസംഗമാണിത്. ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞില്ല, നാട് നീളെ പ്രചരിപ്പിച്ച് പ്രചാരം നേടിയ CD അത്. ഒരുപാട് കാലം വിറ്റായിരുന്നു. ഒരുപാട് കായുണ്ടാക്കി ഔലിയാക്കളെ കുറ്റം പറഞ്ഞ് ഓരോ കണ്ണീർ ഒഴിപ്പിച്ച് കണ്ട് ഒരുപാട് കാലം കൊണ്ടുവരുന്ന CD ആണിത്, മനസ്സിലായോ? അപ്പൊ ഇതുപോലെ മേത്തുനിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നില്ല.
അപ്പൊ ആദ്യമായിട്ട് ഇത്രത്തോളം ഔലിയാക്കളെ തള്ളിയ ഒരാള് വേറല്ല. വേറെ ഉസ്താദൊക്കെ ആ പ്രസംഗത്തിൽ ഒരു 4-5 ആൾക്കാരെ ക്ലിപ്പിട്ട് കാട്ടിയുള്ളൂ. ആ സീഡിക്ക് പരിശോധിച്ച് നോക്കി. അല്ലാതെ അതേമാതിരി 90% ആളുകൾ ഉസ്താദ് തള്ളിയിട്ടില്ല. അത് തള്ളിയപ്പോൾ മാത്രം ഉണ്ടാവും. അന്ന് നിങ്ങൾ ഒരുപാട് മശായിഖന്മാരെ എതിർത്തിട്ടുണ്ട്, ഒരുപാട് ഔലിയാക്കന്മാരെ കണ്ണീർ കുടിപ്പിച്ചിട്ടുണ്ട്. അതന്നെ ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. അന്ന് നിങ്ങൾ ഒരുപാട് മശായിഖന്മാരെ എതിർത്തിട്ടുണ്ട്, ഒരുപാട് ഔലിയാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. എന്റെ കീശേരിത്തെ പ്രസംഗം ഒരുപാട് ഔലിയാക്കളും മശായിഖന്മാരും തന്ന സംഗതി ഒന്നുമില്ല. ഇവിടെ കേരളത്തിലുള്ള ഫുൾ ആളുകളും കള്ളന്മാരാണ് എന്ന് ഇത് പഠിപ്പിക്കുന്നതോട് കൂടി എന്തായി? എത്ര ആളുകൾ കണ്ണീര് കുടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ആ കണ്ണീരും തിന്നേരി അറിഞ്ഞില്ലേ? ആ കുറിച്ച് കണ്ണീര് വിറ്റിക്കാണ്ടേ അതൊക്കെ മറന്നേ ഞങ്ങൾ നടക്കൂല, മനസ്സിലായോ? ഇതെന്താ മേത്തുനിന്ന് ഒഴിഞ്ഞു പോകില്ല. എത്ര കളവ് ഇതിനെ പറ്റി പറഞ്ഞു നോക്കി, എത്ര കളവ് പറഞ്ഞു നോക്കി. അലീഖാൻ ഫോൺ ചെയ്തപ്പം അലീഖാനോട് പച്ചക്കള്ളം പറഞ്ഞു. അത് SSFരെ കുറിച്ചും SYSരെ കുറിച്ചും പറഞ്ഞതാണ്. ആ സീഡ് ഇന്നും കിട്ടും. അതിന്ന് ഇരുന്ന് കേട്ടിട്ട് SSFകാർക്കും SYSകാർക്കും എതിരെയാണ് ഞാൻ കീശേരി പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അതൊന്നും ഇരുന്ന് കേൾക്കാൻ ധൈര്യം ഉണ്ടോ? പറഞ്ഞ പണിയെടുക്കും. അതേമാതിരി ഇങ്ങോട്ടും പറഞ്ഞ പണിയെടുക്കേണ്ടി വരും. ഒരു വാചകം കാണിച്ചാൽ മതി SSFർക്കും SYSകാർക്കും ഇതില്ലായി. വെല്ലുവിളിയാണ്. പച്ചക്കള്ളം പറഞ്ഞു മേടിച്ചിട്ടുണ്ട്. അലീഖാനോട് ചോദിച്ചു. അലീഖാൻ ഫോൺ ചെയ്തപ്പം കീശേരിത്തെ ഈ പ്രവാസത്തെ കുറിച്ച് ഉള്ള ഔലിയാക്കളെ തള്ളിക്കാണ്ടേ, മശായിഖന്മാരെ ഫുൾ തള്ളിക്കാണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതിവൻ പ്രസംഗിക്കുന്നത് 2013. പേരുടെ ഉസ്താദിന്റെ CD ഉണ്ടെന്ന് പറഞ്ഞത് 2008 കണ്ണൂർ വെച്ച് നടത്തിയ തലശ്ശേരി നടത്തിയ പ്രഭാഷണം. അപ്പൊ എത്ര 5 കൊല്ലം കഴിഞ്ഞിട്ടും പേരുടെ ഉസ്താദ് പറയുന്നതിനേക്കാളും കടന്നു പറയണവന്. ഇവൻ ഈ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ചുരുക്കത്തിന്റെ പേരിൽ പ്രവർത്തിക്കണേ 90% കള്ളന്മാരും തട്ടിപ്പിന്റെ പേരിലാണ്. അത് വ്യക്തമായ സത്യമാണ്. അപ്പൊ പേരുടെ ഉസ്താദ് പറഞ്ഞത് സത്യമാണ് അപ്പം അന്ന് പറഞ്ഞത്. അതിനെ പ്രബലപ്പെടുത്തുകയാണ് ചെയ്തത്. പേരുടെ ഉസ്താദ് പറഞ്ഞു അപ്പുറം കടന്നു പറഞ്ഞു. പേരുടെ ഉസ്താദിന്റെ സീഡികളൊക്കെ കണ്ടാണോ? ചിലപ്പോൾ ഒന്നും കിട്ടുമോ? യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. മതി കണ്ടോക്കി. ഇവന് പറഞ്ഞ മാതിരി പറഞ്ഞോ? പേരുടെ ഉസ്താദ് പറഞ്ഞ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറയണ്ടേ. അപ്പോൾ ഓരോ ഇവൻ തന്നെ ഈ പ്രസംഗത്തിൽ പറയണ്ടേ കാലങ്ങൾ കൂടുന്തോറും പാച്ച് ഇങ്ങനെ പോകലാണ്. അത് ഈ പ്രസംഗത്തിലുണ്ട്. അതിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ അതിനായിട്ട് എത്ര കൂടി കാണും? പിന്നെയും പേരുടെ സ്ഥാനം ചോദ്യം ചെയ്യണ്ടേ, നടക്കാൻ കിച്ചാ പരമസ്ഥാനം ചോദ്യം ചെയ്യണ്ടേ. തന്നെ ഈ ക്ലിപ്പ് ഒഴിഞ്ഞു പോകില്ല. ഇതൊക്കെ അള്ളാഹു തആല എന്നെ കൊണ്ട് പറയിപ്പിച്ച് വെച്ചാണ്. ആദ്യം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. അതിന് മറുപടി ആയിട്ട് ഓനെ കൊണ്ട് ഞങ്ങൾ പറയണ്ടല്ലോ വ്യക്തമായ സത്യമാണെന്ന് പറഞ്ഞത്. ആ വ്യക്തമായ സത്യത്തെ എങ്ങനെ നിഷേധിക്കും? നമുക്ക് വ്യക്തമായതാണല്ലോ. പിന്നെ ഇപ്പം എങ്ങനെ ഈ കള്ളന്മാരൊക്കെ ശരിയല്ലേ? അത് നമുക്ക് അറിയാത്തേ. ഇപ്പം എന്താ ഈ കള്ളന്മാരൊക്കെ ശരിയായി. ഇപ്പം തൊരീക്കത്തെ സംഭവം തന്നെ ഇല്ല. നിങ്ങൾ കേട്ടില്ല ക്ലിപ്പ്? അവിടെ എത്തി. ഇത് പറഞ്ഞ ചങ്ങായി ഞാൻ ഇട്ടരാ. ഇത് പറഞ്ഞ ചങ്ങായി ഇപ്പൊ പറഞ്ഞെന്താ? രാജതൊരീക്കത്തെ സംഭവം തന്നെ ഇല്ല. എല്ലാം അള്ളാഹുവിലേക്ക് എത്തുന്ന വയ്യല്ലേ? പോയ പോക്ക് വെക്കണം. അതൊന്നും കണ്ടോ പോയി കാണേണ്ട ആവശ്യമാണ്. ത്വരീഖത്ത് തന്നെ ഒരു സംഭവം തന്നെയല്ല. ത്വരീഖത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ? തള്ളിക്കൊണ്ട് മാത്രം കാര്യമില്ല. അത് വിറ്റ് കായുണ്ടാക്കിയ പൈസ ഓരോന്നും തിരിച്ചു കൊടുക്കട്ടെ. ഓരോ പൈസയും തിരിച്ചു കൊടുക്കട്ടെ. മനസ്സിലായി? ഔലിയാക്കളെ നിയന്ത്രണത്തിൽ ഇടത്തും പഴുത്തും ഔലിയാക്കളെ മൈക്കായിട്ട് പറഞ്ഞാൽ അങ്ങനെ തള്ളി നേരെ കുടുംബം തള്ളുകയാണ്. നമ്മളിട്ടാണ് കാണിച്ചു കൊടുക്കുമ്പോൾ രക്ഷയില്ല. ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പം അവസാന തടവ് എന്ത്? അതെല്ലാവർക്കും തിരിയും. അപ്പം ഞാൻ തള്ളിക്കണേ എന്ന് പറയാന്നല്ലാതാ. അതുകൊണ്ട് നമ്മളൊന്നും രക്ഷപ്പെടില്ല. ഓൻ്റെ അനുയായികളെ സമാധാനിപ്പിക്കുക എന്നല്ലാതെ ഇവിടുത്തെ ആളുകളെ മറ്റുള്ളവരെ ഒന്നും ചെയ്യാൻ കൊണ്ട് കഴിയില്ല. കണ്ടോക്കി 90% ത്വരീക്കത്തും കള്ളത്തൊരീക്കത്താന്ന് പറഞ്ഞ ആളിപ്പോൾ പറഞ്ഞ എന്താ അറിയോ? കള്ളത്തൊരീക്കത്തിൻ്റെ സംഭവം തന്നെ ഇല്ല. എങ്ങനെയുണ്ടാണ് തൊലിക്കട്ടി? കുഞ്ഞാന്ന് പറയുന്നില്ല പറഞ്ഞിട്ടില്ല. ഓന്തിന് പോലും എന്താവും? വന്നുകാണ്ട് പറയും ആശാനെ നിങ്ങളാണ് എന്നെ കാട്ടി സാറ്. ആ ക്ലിപ്പ് വേണോ? അധികമല്ല ഫിറ്റാ. ആശാനെ നിങ്ങളാട്ടെ എത്തുന്നല്ലോ സാറ്. ഞാനൊന്നും ഇങ്ങനെ നിറം മാറില്ല. അതുകൊണ്ട് വേണമെങ്കിൽ കേൾക്കാം. ആരെങ്കിലും വേണമെങ്കിൽ ആട്ടെ. ഇന്നലെ ഞാൻ കെട്ടിനേ ഓന്ത് പോലും അങ്ങനെ നോക്കുമല്ലോ. അത്രക്കും അപ്പുറത്തെത്തി. ഓന്തിനെ പോലും നാണിപ്പിക്കും. ഓന്ത് പോലും നാണിച്ചു പോകുന്നു. ഓന്തൊക്കെ വന്നാല് ഓന്തിന്റെ അസോസിയേഷൻ വന്നിട്ട് ഇയാളോടെ മുമ്പിൽ നമിച്ചിങ്ങനെ നിൽക്കും. ആശാനെ നിങ്ങളാണ് ഉഷാറ് കേട്ടോ. നിറം മാറ അത്ര നല്ലൊരു മുതല്.